ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം. ഹീറോയ്ക്ക് ഇങ്ങനെ ടെൻഷനായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ അർജുൻ പറയാൻ തുടങ്ങി. അതെ, ഈ ഫോട്ടോത്തിൽ കാണുന്ന അർജുൻ ഇവിടെ അച്ഛനമ്മ കോൾ സംസാരിക്കുകയാണ്. ഈ ഫോട്ടോത്തിൽ അച്ഛനമ്മയും കാണാം. അച്ഛനമ്മയും പറയാം, മോളെ എന്താ പറ്റുക അമ്മ, നീ രഘുവിനെ മാരേജ് കഴിക്കാൻ എനിക്ക് ഓക്കെ ആണോ എന്ന് അമ്മ ചോദിച്ചായിരുന്നു. അതിങ്ങനെ ഹീറോയി കോൾ ചെയ്ത, അമ്മ ഞാനിപ്പോൾ കോളേജിലാണ് ഉള്ളത്, അതെനിക്കിപ്പോൾ പറ്റില്ല അമ്മ എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛനും അമ്മക്ക് ഷോക്കായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ വന്ന് അർജുൻ ചോദിച്ചു, എന്താ പറ്റി നിനക്ക് എന്ന് ചേട്ടൻ നടന്ന കാര്യം ചേട്ടനോട് കയറി പറഞ്ഞു. ചേട്ടൻ എനിക്ക് ടെൻഷനായിരുന്നു. ചേട്ടൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ നിന്നെ നോക്കിക്കോളാം, നീ ഇവിടെ നിൽക്കണ്ട എന്ന് ചേട്ടൻ പറഞ്ഞു. അച്ഛൻ അമ്മേനോട് എന്ത് പറ്റി അച്ഛാ ഇങ്ങനെ പറയുന്നത് എന്ന് അച്ഛൻ പറഞ്ഞു. എന്താടാ ഇങ്ങനെ പറയുന്നത് എന്ന്. അച്ഛാ സോറി അച്ഛ, അമ്മ സോറി എന്ന് പറഞ്ഞു. എന്താടാ ഈ സെറ്റാണ് മാരേജ്, രഘു ശരിയില്ല, അവന് മാരേജ് അയച്ച എൻ്റെ അനിയത്തിക്ക് പ്രശ്നമാവും, അത് അച്ഛനമ്മയ്ക്ക് ഫോട്ടോ വീഡിയോസ് അവൻ എന്തെല്ലാം ചെയ്യുന്നത് എന്നിട്ട് അച്ഛനമ്മ ഓക്കെ ഞാൻ ഇവളെ വേറെ നാട്ടിൽ അയക്കാൻ പോവാം എന്ന് പറഞ്ഞു. അത് കേട്ട് പ്രിയൊക്കെ ഷോക്കായി. ചേട്ടാ അത് എന്നാ ചേട്ടാ പറഞ്ഞേ, ശരി നീ കുറേയൊക്കെ പോയിക്കോ എന്ന് പറഞ്ഞു. ഇവിടെ പോയിക്കോ ചേട്ടാ, അതെ നിനക്ക് ഇഷ്ടപ്പെട്ട ആ പ്ലേസ്ക്ക് നീ പോയിക്കോ ചേട്ടാ. ഞാൻ അമ്മ അച്ഛാ എനിക്കവിടെ ജോബ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വാ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയുടെ ഫാമിലി ജോയിൻറ്റ് ഫാമിലിയാണ്. അവളെ അങ്കിളിൻ്റെ അതെ ഹീറോയിൻ്റെ ഡാഡിൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവർ വലിയ ഫാമിലിയാണ്. ഞാൻ പോവാ ചേട്ടാ എന്ന് പറഞ്ഞു. ശരിടാ നീ പോയിട്ട് വാടാ എന്ന് പറഞ്ഞ് അവർ അയച്ചു. ഹീറോയിൻ്റെ വീട് എവിടെയാണ് രഘുക്ക് അറിയില്ലായിരുന്നു. രഘു ഹീറോ ഹോസ്റ്റലിനെ കണ്ട് ഇഷ്ടപ്പെട്ടത്. അതുമാത്രമല്ല ഹീറോയുടെ അച്ഛനമ്മട്ട് ചോദിച്ചതായിരുന്നു. അഡ്രസ്സ് രഘുക്കും അറിയില്ല. കോളേജിൽ സീറ്റ് എടുത്തായിരുന്നു. കോളേജിൽ പറയാൻ പാടില്ല എന്നാണ് പ്രിൻസിപ്പൾക്ക് അറിയാം രഘുവിനെ കുറിച്ച്. രഘു ഹീറോയിൻ ഏത് കോളേജ് പഠിച്ചത് രഘുക്കും അറിയില്ല. എന്നാൽ ഹീറോയിനെ കണ്ടുപിടിക്കാൻ കാലം ഹീറോയിൻ അതുകൊണ്ട് രഘു തേടി. അപ്പോൾ ഹീറോയിൻ വേറെ വീട്ടിലുണ്ടായിരുന്നു. അതെ വേറെ വീട്ടിൽ അഡ്രസ്സൊന്നും കൊടുത്തില്ല. അതുകൊണ്ട് അഡ്രസ്സിന് പ്രിൻസിപ്പൽ ക്യാൻസൽ തിരിച്ചത്. അതുകൊണ്ട് ഹീറോയിൻ്റെ അഡ്രസ്സ് അങ്ങനെയായിട്ട് പ്രിൻസിപ്പൾക്ക് നന്നായിട്ട് അറിയാം. ഹീറോയിൻ്റെ ഡാഡി പ്രിൻസിപ്പൽ ഫ്രണ്ട്സ്. അതുകൊണ്ട് പ്രിൻസിപ്പൽ അത് മറിച്ച് വെച്ചു. പ്രിൻസിപ്പൽ ചോദിച്ചത്, അമ്മ എനിക്കറിയില്ല ഇവിടെ ഷീറ്റുണ്ടായതിനെ അത് ഒരു ഫയർ പിടിച്ച് അതെല്ലാം പോയി എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞിട്ട് വിട്ടായിരുന്നു. എന്നെ ആര് ചോദിച്ചു അങ്ങനെ പറഞ്ഞു വിടണം എന്ന് പറഞ്ഞായിരുന്നു. അതായത് പ്രിൻസിപ്പൽ വേണമെന്ന് ആ റൂമിൽ ഡോക്യുമെൻറ്റുകൾ ഫയൽ വെച്ച് നല്ല ഡോക്യുമെൻറ്റ് ഹീറോയിൻ്റെ ഡോക്യുമെൻറ്റ് മാത്രം ഇതായത്. അങ്ങനെ ഹീറോയിൻ അങ്ങനെ കുറേയൊക്കെ വന്നു. മച്ചി എന്താ ഫ്രണ്ട്സിനോട് പറഞ്ഞായിരുന്നു. എന്താടി നീ പറയുന്ന അതാണോ അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ജോലിയായിട്ട് എൻജോയ് ചെയ്തത്. എനിക്ക് പി ടി എസ് നമ്പർ ഭയങ്കര ആഗ്രഹം. ഹീറോയ്ക്ക് പി ടി എസ് വന്ന് ഒത്തിരി ഇഷ്ടമാണ്, ഒരു ക്രഷ് മതി. അങ്ങനെ പി ടി എസ് നമ്പർ കാണാൻ ഭയങ്കര ആഗ്രഹം. ഹീറോ ജോലി എൻജോയ് ചെയ്യായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ ഇങ്ങനെ എൻജോയ് ചെയ്ത് പ്ലേസൊക്കെ പോയായിരുന്നു. അങ്ങനെ ഒരു കുറച്ച് ബോയ്സ് ഹീറോയിനെ കണ്ടിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്, ബാ ബ്യൂട്ടി വാ അങ്ങനെ വന്ന് ഹീറോയിനെ ഫോളോ ചെയ്ത. ഹീറോയ്ക്ക് വേറെ പോയില്ല. അയ്യോ ഫ്രണ്ട് മച്ചി നീ എന്താ ചെയ്യാൻ എടി ഇന്ന് തണിയെ വന്നത്, നീ എവിടെടി എടി മച്ചി ഞാൻ ജ്യൂസ് മാങ്ങ പോയത്. ഹീറോയിൻ്റെ ഫ്രണ്ട് റോസി പറയാം, എടി ഞാൻ ജ്യൂസ് മാങ്ങ നീ എവിടേക്ക് പോയാൽ ഞാൻ എൻ്റെ പുറകിലോട്ടോടി കുറച്ച് ബോയ്സ്. അങ്ങനെ ഹീറോയിൻ ഓടിപ്പോകാൻ തുടങ്ങി. അവിടെ ഒരു വീട് കണ്ട് ആ വീട്ടിലകത്ത് ഓടിപ്പോയി. അങ്ങനെയായിട്ട് വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു. ആറാം പെർഫോമൻസ് അനുസരിച്ച് അകത്ത് എല്ലാവരും ഒക്കത്തെയാണ് കൊടുക്കുന്നത്. അതായത് ഞാനായിട്ടില്ല ഈ ഫോട്ടോത്തിൽ മതി എല്ലാവരും ഡ്രസ്സ് ഇട്ടത്. അങ്ങനെ ഹീറോ ഗുഡ് ഓടിപ്പോയിട്ട് റൂമിൻ്റെ ഉള്ളിൽ പോയി. അങ്ങനെ ബാക്കി 9 സ്ഥലം ഇരുന്ന് സംസാരിക്കാതെ ഗുഡ് പോയിട്ട് ഹിടിച്ച് ഇങ്ങനെ ആറാം വെളിയിൽ പോയാൽ അകത്ത് വന്നായിരുന്നു. ജെന്നുണ്ടായിരുന്നു. അതെ ജെന്നിൻ്റെ മേൽക്ക് ഇട്ട് വീഴാൻ പോയ ജെന്നി പിടിച്ചു. പ്ലീസ് സർ എന്നെ എൽച്ച് എന്ന് ചോദിച്ചായിരുന്നു. ഹീറോ വീട് നോക്കിയിട്ട് എല്ലാ ബോയ്ക്കും ഷോക്കായിരുന്നു. ഗേളാ എന്ന് അതുകൊണ്ട് ഷോക്കായിരുന്നു. അതിനായിട്ട് അവർ ആറാം നോക്കി CCTV നോക്കുമ്പോൾ കുറച്ച് ബോയ്സ് അവിടെ വീട്ടിനോടുണ്ടായിരുന്നു. അതുകൊണ്ട് ആറാം സമാധാനമായിക്കോ എന്നാൽ തണ്ണി കുടിച്ചോ എന്ന് പറഞ്ഞായിരുന്നു. താങ്ക് യു സർ ഹെൽപ്പ് ചെയ്ത്. എന്താ സംഭവിച്ചത് ചോദിച്ചായിരുന്നു. അതിലേക്ക് ഹീറോ നടന്ന കാര്യം പറഞ്ഞു. ഇനി തനിയാകും പോകാൻ പാടില്ല, ഇവിടെ ഡേഞ്ചറാണെന്ന് പറഞ്ഞു. നീ ഇന്ത്യയാണോ കേട്ട്. ഇന്ത്യയാണ് സർ, കേരള പ്ലേസ് ഇവിടെയാണ് പറഞ്ഞു. കാസർഗോഡ് എന്ന് പറഞ്ഞു. കേരളത്തിൽ എവിടെയാണോ ജില്ല ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. ശരി ഓക്കെ മാം താങ്ക്സ് സർ എന്നെ വീട്ടിൽ നോക്കി ഷോക്കായി. എല്ലാവരും ഒരു മാറിയിടാണ്. ഇതൊക്കെ കുറച്ച് പേടിയാവുന്നത്. ഒരു PTS മെമ്പറാണല്ലോ. ഹായ് സർ നിങ്ങൾ അതെ
ഞങ്ങളെ അറിയുമല്ലേ. നിനക്ക് ഞങ്ങളെ അറിയും, എനിക്കറിഞ്ഞു സാർ. സോറി സർ, നിങ്ങളെ പ്രൈവസിക്ക് ഞാൻ വന്നത്. സോറി സർ. ഇറ്റ്സ് ഓക്കെ. അബദ്ധ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി. പേടിക്കണ്ട, ആറും പറഞ്ഞു. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക്സ് സർ എന്ന് പറഞ്ഞു. ഓക്കെ, ഓടെ അഡ്രസ്സ്. അങ്ങനെ അഡ്രസ്സിൽ പോയിട്ട് ആറും ഡ്രോപ്പ് ചെയ്തു. താങ്ക്സ് സർ എന്ന് പറഞ്ഞു വിടുന്നു. ഹീറോ ഇവിടെ ഓടിപ്പോയി. അതുകൊണ്ട് അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ റെഡ് ഒരു താഴെ വീണിട്ടുണ്ടായി. അതെ, ഹീറോയിൻ ബാഗ് ഇട്ടിട്ടായിരുന്നു. ആ ഡയറി, ഹീറോയിൻ്റെ ഡയറി അവർക്ക് കിട്ടി. അങ്ങനെ ഇത് ജങ്കുക്കായി കിട്ടി. ജങ്കുക്ക് ആറം ബോക്ക് എന്ന് പറഞ്ഞു. ബൊക്ക ആറം, ഇതവളെ ഡയറി, നമുക്ക് അവളെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഹീറോയിനെ കുറച്ച് ദിവസമായി ഹീറോയിനെ തേടി അവർക്ക് കിട്ടില്ല. ശരി, ബുക്കെന്ന് വായിച്ച് നോക്കിയാൽ നമുക്കറിയാം. അങ്ങനെ ഓരോന്ന് പേജ് വായിക്കായിരുന്നു. ആറം പറഞ്ഞു. ഫസ്റ്റ് ആറം എടുത്ത് വായിച്ചു. ആറം ടയർഡായി. ആരുടെ വായിക്കുന്നത് വെച്ചിട്ട് എന്ന് പറഞ്ഞു. എല്ലാവരും ബോറടിക്കുക. അങ്ങനെ ഓരോന്ന് വായിച്ച പേജ്. ഹീറോയിൻ ഫാമിലി കുറിച്ച്, പിന്നെ ഹീറോയിൻ ഇവിടേക്ക് വരണം കാരണം എന്താണ്, അതെല്ലാം ഫുൾ ഡീറ്റെയിൽസ് വായിച്ചു. അതുപോലെ മാരേജ് കഴിക്കാൻ പോകുന്ന ചെക്കൻ ഫ്രണ്ട് ഡ്രൈവ് കോപ്പി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അവൻ എന്തെല്ലാം ചീറ്റ് ചെയ്തത്. പിന്നെ അതുമാത്രമല്ല ഈ മാരേജ് ഇഷ്ടമായില്ല. അങ്ങനെ അത്ര വീഡിയോസ് എത്ര ക്രഷുണ്ടോ അങ്ങനെ പിടിക്കും. പിന്നെ അങ്ങനെ ഇവരെ മാരേജ് ഒരു ഡ്രീം ഉണ്ടായിരുന്നു. അതെല്ലാം എഴുതിയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും വീടുകളും നോക്കായിരുന്നു. ശരി, എനിക്കിവിടെ പിടിക്കും. അങ്ങനെയായിട്ട് ഹീറോമാരെ കുറിച്ച് മുറിയെ എഴുതി വെച്ചായിരുന്നു. ഹീറോമാർ സ്മക്ക് ചെയ്തായിരുന്നു. ഹീറോ എല്ലാവരും സ്മക്ക് ചെയ്ത് ചിരിക്കുമായിരുന്നു. അതെ ഹീറോയിൻ ഇങ്ങനെയായിട്ട് ഫ്രണ്ട് കൂടെ സംസാരിച്ചായിരുന്നു. ഫ്രണ്ട്സെല്ലാം പറയാൻ തുടങ്ങി, എന്തായാലും മച്ചി എവിടെ ധൈര്യം കാണുന്നില്ല. പിന്നെ ഹീറോയിൻ്റെ അഡ്രസ്, പ്ലേസ്, മാപ്പ്, എല്ലാ ഹീറോയിൻ്റെ മാപ്പും എല്ലാവർക്കും കിട്ടി. ശരി, ഓക്കെ. അവർ സ്മക്ക് ചെയ്ത് സാർ അങ്ങനെ ഹീറോ ഇന്ത്യക്ക് പോകേണ്ട ടൈമായി. ചേട്ടൻ വിളിച്ചായിരുന്നു വാടി എന്ന് പറഞ്ഞ്. അങ്ങനെ അവർ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഇങ്ങനെ ഈ വീട്ടിൽ വന്നത് ആ വില്ലനൊക്കെ അറിഞ്ഞു. അങ്ങനെ വില്ലൻ ഫോഴ്സ് മാരേജ് ഹീറോയിൻ്റെ വീടെല്ലാം റെഡിയാക്കിയായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടനെ പിടിച്ചു വെച്ച് കിട്ടിയിട്ടിട്ട് തല്ലിയായിരുന്നു. നീ എൻ്റെ മാരേജ് ഓക്കെയാണ് ഹീറോയി സമ്മതിച്ചു.